Hello all and welcome to the Literature Student. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണലിസം, മോഡേണിറ്റി, കേരളാനസ്, എ സബാൾട്ടൺ ക്രിട്ടിക്, റിട്ടൺ ബൈ പ്രദീപൻ പാമ്പിരിക്കുന്നു. സോ പ്രദീപൻ പാമ്പിരിക്കുന്നു 1969 ജനിച്ചത്. കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ പാമ്പിരിക്കുന്നു വില്ലേജിലാണ് ജനിച്ചത്. അദ്ദേഹം PhD എടുത്തിട്ടുള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ഡിസർട്ടേഷൻ എഴുതിയിട്ടുള്ളത് മലയാളത്തിലാണ്. കേരള കൾച്ചറിൻ്റെ ഒരു ദളിത് റീഡിംഗ് ആണ് ആ ഒരു ഡിസർട്ടേഷനിൽ വരുന്നത്. അതുപോലെ മെയിൻ സ്ട്രീം കേരള കൾച്ചറിൻ്റെ ആ ഒരു ക്രിട്ടിക്കും അതുപോലെ കേരളാനസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഡിസർട്ടേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ചന്തുമേനോൻ്റെ ഇന്ദുലേഖയാണ് ഫസ്റ്റ് മലയാളം നോവൽ എന്ന് പറയുന്നത്. സോ അതിൻ്റെ അകത്ത് പറയുന്നത് നായർ പ്രോജക്റ്റ് ഓഫ് മോഡേണിറ്റി അതുപോലെ വെസ്റ്റേൺ മോഡേണിറ്റി, രണ്ട് കൈൻഡ്സ് ഓഫ് മോഡേണിറ്റിയുടെ ആ ഒരു കോൺഫ്ലിക്റ്റാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് ദളിത് ക്യാരക്ടേഴ്സ് ഒന്നും തന്നെയില്ല. അതേസമയം പൊത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയത്തിൽ കൺവേർഷൻ ഒരു കാസ്റ്റിനെ ഓവർകം ചെയ്യാൻ വേണ്ടി കൺവേർഷൻ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഈ സരസ്വതി വിജയം എന്ന് പറയുന്ന നോവൽ ആദ്യത്തെ നോൺ ബ്രാഹ്മൺ നോൺ നായർ നോവലാണ് മലയാളത്തിലുള്ളത്. പക്ഷേ അതിനെപ്പറ്റി കൂടുതലൊന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ 1990s ഒക്കെ ആയ സമയത്താണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എലൈറ്റ്സ് ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരാൻ തുടങ്ങിയത്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ദളിത് പൊളിറ്റിക്സിൻ്റെ ഏറ്റവും വലിയ ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് ദളിത്സ് ആ ഒരു കാസ്റ്റിനെ കൺസോളിഡേറ്റ് ചെയ്യാനല്ല ശ്രമിക്കുന്നത്, കാസ്റ്റിനെ അനിഹിലേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതേസമയം SNDP, ഈഴവേഴ്സിൻ്റെ SNDPയും നായേഴ്സിൻ്റെ NSSും എല്ലാം കാസ്റ്റിനെ സ്ട്രെങ്തൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അയ്യങ്കാളിയും അതുപോലെ SJPS, സാധുജന പരിപാലന സംഘവും എല്ലാം കാസ്റ്റിനെ അബോളിഷ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. സോ നമ്മുടെ പ്രദീപൻ പാമ്പിരിക്കുന്ന് അദ്ദേഹം ദളിത് ഇഷ്യൂസിനെ പറ്റി 1993 മുതൽ എഴുതുന്നുണ്ട്. മെയിൻ സ്ട്രീം ലിറ്റററി ജേർണൽസ് ആയിട്ടുള്ള ഭാഷാഭൂഷണി, മാധ്യമ, മാതൃഭൂമി ഇതിലൊക്കെ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു അക്കാഡമിക് വേൾഡിലെ മാത്രം സ്പീക്കറല്ല, പബ്ലിക് ലൈഫിലെയും സ്പീക്കറാണ്. സോ കോൺഫറൻസിലും വർക്ക്ഷോപ്പിലും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഐഡിയാസൊക്കെ പറയുന്നത്. റേഡിയോ അതുപോലെ ട്രേഡ് യൂണിയൻ മീറ്റിംഗ്സിലൊക്കെ അദ്ദേഹം സംസാരിക്കാറുണ്ട്. കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാംഗ്വേജസ് അവരുടെ 50 years 50 ബുക്ക് സീരീസിൻ്റെ അകത്ത് നമ്മുടെ പ്രദീപൻ പാമ്പിരിക്കുന്നുവിൻ്റെ ബുക്കായിട്ടുള്ള ദളിത് പഠനം, സ്വത്വം, സംസ്കാരം, സാഹിത്യം, ദളിത് സ്റ്റഡീസ്, ഐഡൻറ്റിറ്റി, കൾച്ചർ, ലിറ്ററേച്ചർ 2007 വർക്കാണ്. സോ ഈ ഒരു വർക്ക് അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് എസ്സേയിലോട്ട് പോവാം. നാഷണലിസം, മോഡേണിറ്റി, കേരളാനസ്, എ സബാൾട്ടൺ ക്രിട്ടിക്. ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് സുരേഷ് P. തോമസ് ആണ്. എ കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വർക്കിൻ്റെ അകത്ത് AL ബഷാം എന്ന് പറയുന്ന ആൾ ഇന്ത്യൻ ഡെമോക്രസിയെ പറ്റിയൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. സോ ഇന്ത്യയുടെ കേസിൽ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന വാക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ചൈനീസ് ഏജ് അല്ലെങ്കിൽ ഹ്യൂബ്രു പ്രൊഫറ്റ് എന്ന് പറയുന്ന ആൾക്കാർ, സോ ഇവരൊക്കെ എയിം ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ സാൽവേഷനാണ്. അതേസമയം ഇന്ത്യൻ സേജസ് എയിം ചെയ്യുന്നത് സാൽവേഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെൻ ആൻഡ് വുമൺ ആണ്. സോ ഈ ഒരു ഇൻഡിവിജ്വൽസും തന്നെയാണ് ഡെമോക്രസിയുടെ കേസിലും ഇന്ത്യയിലുള്ളത് എന്ന് പറയുന്നുണ്ട്. സോ ഇന്ത്യൻ ലൈഫിൻ്റെ ബേസിസ് ഇൻഡിവിജ്വലിസ്റ്റ് ഐഡിയ ഓഫ് സാൽവേഷൻ ആണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ മോക്ഷം ആണെന്നാണ് പറയുന്നത്. സോ ഇതേ സെയിം സംഭവം ഡെമോക്രസിയുടെ കാര്യത്തിലും ഉണ്ട്. ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ട് 6 decades ആയെങ്കിൽ പോലും ഇത് സ്റ്റിൽ ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇത് ആക്സിഡൻ്റലായിട്ടോ ഇൻസിഡൻ്റലായിട്ടോ നടന്നൊരു കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ കാസ്റ്റ് എന്ന് പറയുന്നതും സീക്രട്ടായിട്ടും അതുപോലെ പ്രൈവറ്റായിട്ടും ഓപ്പൺ ആയിട്ടും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കാസ്റ്റ് ഒരു സൂപ്പർ സ്ട്രക്ചർ അല്ല, ആൻഡ് അതൊരു സെൽഫ് സഫീഷ്യൻറ്റ് സ്ട്രക്ചറാണ്. അതിൻ്റെ അകത്ത് എക്കണോമിക് പ്രോസസ്സും ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ലാൻഡ് ലോഡിസം എന്ന് പറയുന്നത് കാസ്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം അല്ല എന്നാണ് പറയുന്നത്. കാസ്റ്റ് ബേസ്ഡ് പ്രൊഡക്ഷൻ കാരണമാണ് ലാൻഡ് ലോഡിസം ഉണ്ടായത്. കേരളത്തിൻ്റെ കേസ് വരുമ്പോൾ 3 സ്ട്രക്ചർ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് പുലയർ ആൻഡ് പറയർ, ഇവരാണ് അഗ്രികൾച്ചറൽ സ്ലേവ് ലേബറേഴ്സ്. അതേസമയം മാനേജേഴ്സും ഓവർസിയേഴ്സും ആയിട്ട് വരുന്നത് നായേഴ്സും, ലാൻഡ് ലോഡ്സ് ആയിട്ട് വരുന്നത് ബ്രാഹ്മൺ ആൻഡ് നമ്പൂതിരിയാണ്. സോ കേരളത്തിൽ റെനൈസൻസ് വന്ന സമയത്ത് ഒരു ന്യൂ കേരള ഫോം ചെയ്യാനാണ് ശ്രമിച്ചത്. സോ അവിടെ ഉണ്ടായിരുന്ന ഐഡിയാസ് ആൻറ്റി കാസ്റ്റ് അതുപോലെ ആൻറ്റി ലാൻഡ് ലോഡ്, ഈ കൈൻഡ് ഓഫ് ഐഡിയാസാണ് ഉണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു സംഭവം കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് അതുപോലെ ലാൻഡ് റിഫോംസ് ഒക്കെ വന്നപ്പോൾ വീണ്ടും എക്സ്റ്റെൻഡ് ആയി വരികയാണ് ചെയ്തത്. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ്റെ കേസസിൽ ക്രൈസിസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇതിനുള്ള കാരണം അഗ്രികൾച്ചറൽ സ്ലേവ് ലേബറിൽ നിന്നും പുലയേഴ്സിനെയും പറയേഴ്സിനെയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു.
അവരെയൊക്കെ ഫ്രീ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറൽ സെക്ടറിൽ ലേബറിന് ഷോർട്ടേജ് സംഭവിച്ചു എന്നാണ് പറയുന്നത്. സോ കേരളത്തിലുള്ള അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ റിലേഷൻസ് എന്ന് പറയുന്നത് പുലയ പറയ ലാൻഡ് ലോഡ് റിലേഷൻഷിപ്പിൻ്റെ ബേസിസിലാണ്. ഈ ഒരു കാര്യം തകഴി ശിവശങ്കര പിള്ളയുടെ നോവലായിട്ടുള്ള രണ്ടിടങ്ങഴിയിൽ പറയുന്നുണ്ട്. അതുപോലെ നാഷണൽ ഫ്ലാഗ് എന്ന് പറയുന്നതും ഹിന്ദു മുസ്ലിം ബുദ്ധിസ്റ്റ് റിലീജിയസ് സയൻസിൻ്റെ ഒരു ബ്ലെൻഡാണ് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുമ്പോഴത്തേക്ക് ഹീറോസ് ഓഫ് ഇന്ത്യൻ റെനൈസൻസ് എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ് അതുപോലെ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെയാണ്. അതേസമയം കാസ്റ്റ് ഓപ്പറേഷനൊക്കെ അനലൈസ് ചെയ്ത ജ്യോതിറാവ് ഫുലെ ഒക്കെ ജസ്റ്റ് ഒരു കാസ്റ്റിൻ്റെ ഒരു ലീഡർ ആ ഒരു രീതിക്ക് മാത്രമേ കണക്കാക്കുന്നുള്ളൂ, അല്ലാണ്ട് ഇന്ത്യൻ റെനൈസൻസിൻ്റെ ഹീറോസായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. കേരളത്തിൻ്റെ കേസ് വരുമ്പോഴും ഇതേ രീതി തന്നെയാണ്. അയ്യങ്കാളി എന്ന് പറയുന്ന ആളെ ഐക്കൺ ഓഫ് കേരള ആയിട്ടല്ല കൺസിഡർ ചെയ്തിരുന്നത്, എംപറർ ഓഫ് പുലയർ ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. EMSനെ പോലുള്ളൊരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ എഴുത്തുകാരനാണ്. അദ്ദേഹം അയ്യങ്കാളിയുടെ ഇമ്പോർട്ടൻസ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കാസ്റ്റ് സെൻസിബിലിറ്റിക്ക് 2 നോട്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ആദ്യത്തേത് പബ്ലിക് നോഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഐഡിയോളജിക്കൽ ബേസിസിൻ്റെ രീതിക്കാണ്. രണ്ടാമത്തേത് കോംപ്ലക്സ് റീജിയണൽ കൾച്ചറൽ ലൈഫ് സ്ട്രക്ചർ. ഒരു കാസ്റ്റിൻ്റെ ബേസിസിലും എന്തൊക്കെ കൈൻഡ്സ് ഓഫ് റിച്വൽസ് ആൻഡ് ബിലീഫ്സ് ആണ് അവർ ഫോളോ ചെയ്യുന്നത് എന്നതിൻ്റെ ബേസിസിലാണ്. സോ കേരള റെനൈസൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. സോ അദ്ദേഹം ലോവർ കാസ്റ്റിനെ എലൈറ്റ് കാസ്റ്റിലോട്ട് കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൊണ്ടുവന്ന കോൺസെപ്റ്റാണ് കാസ്റ്റ്ലെസ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ എനി സ്റ്റോൺ ക്യാൻ ബി ഗോഡ് എന്ന് പറയുന്നത്. സോ ഈ ആൻറ്റി കാസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് വെസ്റ്റേൺ മോഡേണിറ്റി ആയിട്ട് ഇങ്ങനെ കമ്പൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. സോ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ SNDP ഫാക്ടറീസും ലൈബ്രറീസും ഒക്കെ കൊണ്ടുവന്നു. അയ്യങ്കാളി ട്രാവൻകൂർ ശ്രീമൂലം പ്രജാസഭയുടെ ഫ്രണ്ടിൽ ഒരു സ്പീച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ആ സ്പീച്ചിൽ അദ്ദേഹം പറഞ്ഞ കോൺസെപ്റ്റ് ഫാം ലാൻഡ് ഫോർ ദോസ് ഹു ഫാം ഇറ്റ്, കൃഷി ചെയ്യുന്നവർക്കുള്ള കൃഷിയിടം വേണം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. സോ നാരായണ ഗുരു അതുപോലെ അയ്യങ്കാളിയും കൊണ്ടുവന്ന ആ ഒരു മോഡേണൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് വെസ്റ്റേൺ മോഡേണിറ്റി ആയിട്ട് പാരലലായിട്ട് പോകുന്നതാണ് എന്നാണ് പറയുന്നത്. സോ അത് കഴിഞ്ഞിട്ട് പറയുന്നത് ചന്തുമേനോൻ്റെ ഇന്ദുലേഖയിലുള്ള വെസ്റ്റേൺ മോഡേണിറ്റിയാണ്. സോ ഈ വെസ്റ്റേൺ മോഡേണിറ്റിയിൽ വരുന്ന ഒരു കോൺസെപ്റ്റാണ് യൂണിവേഴ്സൽ സിറ്റിസൺ എന്ന് പറയുന്നത്. ഇത് ബ്രിട്ടീഷ് സെൻട്രിക് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അതേസമയം നാരായണ ഗുരു റീജിയണൽ പോപ്പുലേഷനെ പബ്ലിക് സ്ഫിയറിലോട്ട് കൊണ്ടുവരാനാണ് ശ്രമിച്ചത്, ഒരു യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് കൊടുക്കാനാണ് ശ്രമിച്ചത്. അതേസമയം SNDPയുടെ സെക്രട്ടറി ആയിട്ടുള്ള കുമാരനാശാൻ പറഞ്ഞ കാര്യം ലോവർ കാസ്റ്റ് ഇൻ ഓൾ ഏരിയാസ് ഷുഡ് ഇമിറ്റേറ്റ് ഹയർ കാസ്റ്റ് ആൻഡ് ഗ്രാജുവലി റീച്ച് ദ ഹയർ സ്റ്റേജ്. ലോവർ കാസ്റ്റ് ഹയർ കാസ്റ്റിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഹയർ സ്റ്റേജിലോട്ട് വരണം എന്നാണ് കുമാരനാശാൻ പറഞ്ഞിരിക്കുന്നത്. സോ നാരായണ ഗുരു അതുപോലെ അയ്യങ്കാളി കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു രീതി എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റ് പ്രൊഡക്ഷൻ സെൻട്രിക് എൻവയോൺമെൻറ്റ്, അതുപോലെ ഐഡിയ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, ഈ സംഭവങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യത്തില്ലേ ആ ഒരു രീതിയും അതുപോലെ സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഐഡിയയിലൂടെയാണ് ഇവർ ആ ഒരു മോഡേണൈസേഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചത്. സോ ഇവർ ഈ ഒരു റീജിയണൽ മോഡേണിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അവർ ശ്രമിച്ചത് 2 രീതിയിലൂടെയാണ്, ആൻറ്റി കാസ്റ്റ് ഐഡിയോളജി അതുപോലെ സോഷ്യോ എക്കണോമിക് ഡെമോക്രസി. സോ ഈ സംഭവങ്ങളെയൊക്കെ സൈഡ് ലൈൻ ചെയ്തിട്ട് യൂറോപ്യൻ ഐഡിയ ആയിട്ടുള്ള യൂണിവേഴ്സൽ മാൻ എന്ന് പറയുന്ന സംഭവം മുന്നിലോട്ട് വന്നു. സോ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് KP കേശവ മേനോൻ്റെ അതുപോലെ VK കൃഷ്ണ മേനോൻ്റെ ഓട്ടോബയോഗ്രഫീസിലൊക്കെ കാണാൻ പറ്റും. അവരുടെ ഒരു പോയറ്റിക് വിഷൻ എന്ന് പറയുന്നത് തന്നെ യൂണിവേഴ്സാലിറ്റി ആയിരുന്നു. ഈ ഒരു നാഷണലിസ്റ്റ് യൂണിവേഴ്സലിസം ഒട്ടുമിക്ക മലയാളം പോയട്രിയിലും ആ സമയത്ത് കാണാൻ പറ്റുമായിരുന്നു. അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വള്ളത്തോൾ നാരായണ മേനോൻ്റെ പോയം ആയിട്ടുള്ള മാതൃവന്ദനം, സല്യൂട്ട് ദ മദർ. സോ ഇതിൻ്റെ അകത്ത് ഒരു ലൈനുണ്ട്, പ്രൈസ് ദ മദർ ലാൻഡ്. ഈ ഒരു സംഭവം 43 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് സവർണ നാഷണലിസത്തിൻ്റെ ഒരു സിംറ്റമാണ് എന്ന് പറയുന്നുണ്ട്. 1913 KP കേശവ മേനോൻ ഇംഗ്ലണ്ടിലോട്ട് ഡിഗ്രി പഠിക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് കൃഷ്ണടി ആശാൻ എന്ന് പറയുന്ന ആൾ പുലയ മഹാജന സഭ എന്ന് പറഞ്ഞ സംഭവം ലോഞ്ച് ചെയ്തു. സോ അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹത്തിൻ്റെ ആൾക്കാരെയൊക്കെ ഒരുമിച്ച് ഓർഗനൈസ് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ
അതൊരു ഫ്രീഡം കിട്ടാനുള്ളൊരു വഴിയാണ് എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിക്ക് എഡ്യൂക്കേഷനും കൊടുത്തു. സോ ആ ഒരു കമ്മ്യൂണിറ്റിയെ സ്ട്രെങ്തൻ ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഈ അയ്യങ്കാളി, പൊയ്കയിൽ യോഹന്നാൻ, കൃഷ്ണടി ആശാൻ ഇവരൊന്നും കേരളാസ് നാഷണൽ ലീഡേഴ്സ് എന്ന് പറയുന്ന സ്റ്റേറ്റസ് ഒന്നും ഒരിക്കലും കിട്ടിയിട്ടില്ല. അതുപോലെ അവർക്ക് യൂണിവേഴ്സൽ സിറ്റിസൺസ് എന്ന് പറയുന്ന സ്റ്റേറ്റസും കിട്ടിയിട്ടില്ല. അവർ ജസ്റ്റ് പുലയ ആൻഡ് പറയ ലീഡേഴ്സായിട്ട് മാത്രമാണ് മാറിയത്. സോ മൊത്തത്തിൽ പറയുമ്പോഴത്തേക്ക് ഈ മോഡേൺ കേരളൈറ്റ് എന്ന് പറയുന്നത് സവർണ നാഷണലിസത്തിൻ്റെ അതുപോലെ യൂണിവേഴ്സൽ ഹ്യൂമനിസത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ആണെന്നാണ് പറയുന്നത്. അതിനുശേഷം ഉണ്ടായൊരു സോഷ്യൽ പ്രോഗ്രസ്സാണ് കമ്മിങ് ടുഗദർ ഓഫ് സബ് കാസ്റ്റ് ഇൻ കമ്മ്യൂണിറ്റീസ്. പല സബ് കാസ്റ്റ് ഒരുമിച്ച് വന്നിട്ട് കമ്മ്യൂണിറ്റീസ് ആയിട്ട് മാറുന്നത്. ശൂദ്രാസ്, നായേഴ്സായിട്ട് മാറി. അതുപോലെ പല സബ് കാസ്റ്റും ഈ നായർ കമ്മ്യൂണിറ്റിയോട് ഇൻക്ലൂഡായി. അതുപോലെ വേറെ കുറച്ച് സബ് കാസ്റ്റ് ന്യൂ ഈഴവ കമ്മ്യൂണിറ്റി ആയിട്ട് മാറി. സോ ഈ കമ്മ്യൂണിറ്റീസ് ഓരോ ഓർഗനൈസേഷൻസ് കൊണ്ടുവന്നു. അവരുടേതായിട്ടുള്ള ഓർഗനൈസേഷൻസ്, അതായത് സ്കൂള്, ടെമ്പിൾ, മാരേജ് ഹാൾസ്, കോളേജ്, ഇൻഡസ്ട്രിയൽ എൻഡവേഴ്സ്, ബാങ്ക്സും അങ്ങനെയെല്ലാം കൊണ്ടുവന്നു. സോ ഇവർ തന്നെ ഇലക്ഷന് നിൽക്കാനും തുടങ്ങി. അതിനുശേഷമാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയും അതുപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെ വന്നത്. ആൻഡ് അവരും ഗവൺമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റിലീജിയൻ ആൻഡ് റിലീജിയസ് ഗ്രൂപ്പ്സ് റൂളിംഗ് ഗ്രൂപ്പ്സായിട്ട് മാറി. അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം എന്ന് പറയുന്നത് ആൻറ്റി കാസ്റ്റ് ഐഡിയോളജിയിൽ നിന്നൊരു സംഭവമാണ്. സോ ആൻറ്റി കാസ്റ്റിസം അല്ല, കാസ്റ്റാണ് ഡെമോക്രസിയുടെ ബേസിസ് എന്ന് പറയുന്നത്. ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് നായറിന് എഗൻസ്റ്റായിട്ട് മത്സരിക്കും, ക്രിസ്ത്യൻ എഗൻസ്റ്റായിട്ട് മത്സരിക്കും, പുലയയ്ക്ക് എഗൻസ്റ്റായിട്ട് മത്സരിക്കും. സോ ഇപ്പോൾ ദളിതിന് എന്തെങ്കിലും ഒരു അവരിങ്ങനെ ഇലക്ഷനൊക്കെ നിൽക്കാൻ വരുമ്പോഴത്തേക്ക് മറ്റുള്ള ആൾക്കാർ പറയുന്നത് അവർ കാസ്റ്റ് പൊളിറ്റിക്സ് പ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ്. അതുപോലെ ഒപ്രസ്ഡ് ക്ലാസ് സ്വന്തമായിട്ട് പവറൊന്നും അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. റിസർവേഷൻ്റെ ബേസിസിൽ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ പോസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ. ഈ കമ്മ്യൂണിസ്റ്റ് വീണ്ടും കൊണ്ടുവന്നൊരു സംഭവമാണ് ഈ അപ്പർ കാസ്റ്റ് തന്നെ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ളവർക്ക് റിസർവേഷൻ വേണം എന്ന് പറയുന്നത്. സോ ഈ ഒരു റിസർവേഷൻ എന്ന് പറയുന്ന ആ സംഭവത്തിൽ നിന്ന് ഒരു സോഷ്യൽ ജസ്റ്റിസ് എന്നൊരു ഐഡിയ ഡൈല്യൂട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കാസ്റ്റീസത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു റിസർവ്ഡ് കാറ്റഗറീസിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഹയർ പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാലും അവരവരുടെ ഐഡൻറ്റിറ്റി കൺസീൽ ചെയ്യും. സോ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റും ഈ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്തതാണ്. കാരണം അവർ പറയുന്നത് ഈ ഒരാളുടെ കാസ്റ്റ് ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്നത് പ്രീ മോഡേൺ അല്ലെങ്കിൽ ആൻറ്റി ക്ലാസ് ആണെന്നാണ് കമ്മ്യൂണിസ്റ്റ് പറയുന്നത്. അതുപോലെ ഈ കാസ്റ്റ് ഹൈറാർക്കിയുടെ പ്രിവിലേജസ് ഒക്കെ എൻജോയ് ചെയ്തത് സവർണ സെക്ഷൻസ് തന്നെയാണ്. ഈ ദളിത്സിനെ വീണ്ടും സൈലൻസ് ചെയ്യാനാണ് ഈ ഒരു മോഡേണൈസേഷൻ ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. ഈ ഒരു കേരളയിലുള്ള മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫേക്ക് മോഡേണിറ്റി ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല അവിടെ കാസ്റ്റീസം ഉണ്ട് എന്ന് പറയുന്ന കാര്യം. സോ ഇന്ദുലേഖയിൽ ദളിത്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞൊരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തകഴിയുടെ നോവലായുള്ള രണ്ടിടങ്ങഴിയിൽ അയ്യങ്കാളിയുടെ ഐഡിയാസ് ഒന്നും തന്നെ കാണാനില്ല. സോ അതിൻ്റെ അകത്തുള്ള പുലയുടെ ഡ്രീം എന്ന് പറയുന്നത് കോരൻ എന്ന് പറയുന്ന ആളെ അഗ്രികൾച്ചറൽ ലേബറേഴ്സ് യൂണിയൻ്റെ ഒരു അസറ്റാക്കി മാറ്റുക എന്നാണ്. അല്ലാണ്ട് ആ കുട്ടിയെ പഠിപ്പിച്ചൊരു ഗ്രാജുവേറ്റ് ആക്കുക എന്നുള്ളതല്ല. സോ കേരള റെനൈസൻസിൻ്റെ തന്നെ ഒരു ഡ്രീം അല്ലെങ്കിൽ ആ ഒരു അതിൽ പറഞ്ഞൊരു സംഭവമാണ് എഡ്യൂക്കേഷൻ അറ്റൈൻ ചെയ്യണം, എന്നാലേ ഇമാൻസിപ്പേഷൻ കിട്ടുകയുള്ളൂ, ഫ്രീഡം കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. സോ ഈ ഒരു ഡ്രീം തകഴി ഇതിൽ പറയുന്നില്ല. അതുപോലെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ആബ്സെൻസ് ഓഫ് റിയലിസം ഇൻ മാർക്സിസ്റ്റ് പൊളിറ്റിക്സ് എന്ന് പറയാം. സരസ്വതി വിജയൻ എന്ന് പറഞ്ഞ ബുക്കിൻ്റെ അകത്ത് ഈ ഒരു സവർണ അവർണ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഒക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഈ കേരളയുടെ മാർക്സിസ്റ്റ് വിഷനാണ് ഒരു ഹിസ്റ്റോറിക്കൽ ലിമിറ്റേഷൻ എന്നും പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ ഘാതകവധം അതുപോലെ പരിഷ്കാര വിജയം എന്നൊക്കെ പറയുന്നത് ദളിത് നോവൽസാണ്. കാസ്റ്റിനെ ഒരു സൂപ്പർ സ്ട്രക്ചറൽ എഫക്റ്റ് ഓഫ് ലാൻഡ് ലോഡിസം ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ എന്നും പറയുന്നുണ്ട്. കേരളയുടെ പൊളിറ്റിക്കൽ കൾച്ചറൽ അജൻഡാസ് അതുപോലെ പബ്ലിക് സെൻസിബിലിറ്റി എന്നൊക്കെ പറയുന്നത് കോൺഗ്രസ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് ഈ രണ്ട് പാർട്ടിയുടെ കൺട്രോളിലായിട്ട് മാറി. കോൺഗ്രസിൻ്റെ ഇതനുസരിച്ച് നാഷണലിസ്റ്റ് സവർണ മോഡേൺ മാൻ ആയിരുന്നു മോഡൽ. അതേസമയം കമ്മ്യൂണിസ്റ്റ് വർക്കിംഗ് ക്ലാസ് സവർണ മാനെയാണ് കൺസിഡർ ചെയ്തിരുന്നത്. സോ ഇതിന് ഔട്ട്സൈഡായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ലൈഫിനെ പറ്റി ഒരു കൈൻഡ് ഓഫ് ഡിസ്കഷൻസും തന്നെ ഉണ്ടായിരുന്നില്ല. സോ EMS
EMS എഴുതുന്ന ആളാണ്. സോ അദ്ദേഹത്തിൻ്റെ എഴുത്തിലും ഈ കാസ്റ്റിനെ ഒരു ഫോക്കൽ ഇഷ്യൂ ആയിട്ടൊന്നും കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഈ ദളിത്സിനെ ബേസ് ചെയ്ത് ഈ ഒരു കൈൻഡ് ഓഫ് സൈലൻസ് എന്ന് പറയുന്നത് ഒരിക്കലും പേഴ്സണൽ അല്ല, ഹിസ്റ്ററിക്കൽ ആണെന്നാണ് പറയുന്നത്. സോ സവർണ നറേറ്റീവ്സ് ഈ ഒരു ദളിത് ഐഡൻറ്റിറ്റീസിനെ പല പല രീതിക്കാണ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. സോ അതിന് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പം സവർണ ആയിട്ടുള്ള ആൾ തന്നെ എന്ന് വെച്ചാൽ ഹൈ കാസ്റ്റിൽ വരുന്ന ആൾ ഡാർക്ക് സ്കിൻഡ് ആണെങ്കിൽ അയാൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണെന്ന് മറ്റുള്ളവർ മിസ്റ്റേക്ക് ചെയ്യും എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് രീതി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ കുറേ പ്രോഡക്ട്സ് വിൽക്കുന്നത്, മാരാർ പിക്കിൾസ്, ബ്രാഹ്മിൻ സ്വീറ്റ് ഫ്ലോർ, മാരാർ പപ്പടം, നമ്പൂതിരി ടൂത്ത് പൗഡർ. സോ ഈ സംഭവങ്ങൾ കേരളയിൽ ഒരുപാട് മാർക്കറ്റ് ചെയ്യുന്നതാണ്. ഈ ദളിതിൻ്റെ ബേസിസിൽ അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ്സ് ഒന്നും തന്നെ ഇല്ല, അവരുടെ പേരിലൊന്നും ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നുമില്ല. പിന്നെ ഈ സവർണ ഐഡിയാസിനെ ബേസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഹയർ കാസ്റ്റ് എങ്ങനെയാണ് ലോവർ കാസ്റ്റിനെ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്ന രീതിക്ക് കുറച്ച് പ്രോവേർബ്സ് ഉണ്ട്. ഇഫ് ദ ലോലി അക്വയർ വെൽത്ത് ദേ വിൽ ക്യാരി അംബ്രല്ലാസ് ഈവൻ അറ്റ് മിഡ് നൈറ്റ്. അതുപോലെ യു മൈറ്റ് ക്യാച്ച് എ ലീച്ച് ആൻഡ് പുട്ട് ഇറ്റ് ഓൺ എ മാട്രസ് ബട്ട് വിൽ ഇറ്റ് സ്റ്റേ ദെയർ. അട്ടയെ പിടിച്ച് മെത്തയെ കിടക്കത്തില്ല. അതുപോലെ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ, അല്ലെങ്കിൽ അല്പന ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിയും കൂടെ പിടിക്കും. സോ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് കോഡ്സാണ് ഈ ലോ കാസ്റ്റിനെ പറ്റി ഹൈ ക്ലാസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സോ ഇതെന്ന് പറയുന്നത് കണ്ടംപ്റ്റും ഭിത്തിയൊക്കെ കൊണ്ടിട്ടാണ് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് കോഡ്സൊക്കെ അവർ കോഡ്സ് അല്ലെങ്കിൽ പ്രോവേർബ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. സവർണയായിട്ടുള്ള ആൾക്കാരെ റെസ്പെക്റ്റബിൾ ആൻഡ് നാഷണൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ലോക്കലായിട്ടുള്ള ആൾക്കാരെ കമ്പയർ ചെയ്യുന്നത് ലീച്ച് അല്ലെങ്കിൽ ലോലി ഇഡിയറ്റ് അല്ലെങ്കിൽ ക്രോ എന്ന് പറയുന്ന പേരിലൊക്കെയാണ്. അതിനുശേഷം MT വാസുദേവൻ നായരുടെ റൈറ്റിങ്സിനെ പറ്റിയാണ് പറയുന്നത്. സോ അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് തറവാട് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. തറവാട് എന്ന് പറയുന്നത് എന്താണ് നായേഴ്സ് താമസിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സ്ഥലമാണ്. ആൻഡ് മരുമക്കത്തായം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വഴി മരുമക്കത്തായം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വഴി പാസ് ചെയ്ത് ജനറേഷൻസ് വൈസ് പാസ് ചെയ്ത് പോകുന്നൊരു സംഭവമാണ്. സോ ഉറൂബും ചെറുകാടും ഈ ഒരു തറവാടിൻ്റെ ഡിക്ലൈൻ അല്ലെങ്കിൽ കൊളാപ്സിനെ പറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. ഉറൂബാണെങ്കിൽ ആ ഒരു മെൻ്റൽ കോൺഫ്ലിക്ട്സിനെ സൊസൈറ്റി വെച്ചാണ് അനലൈസ് ചെയ്യുന്നത്. അതേസമയം MTയുടെ കേസിൽ ഈ തറവാടിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ MT എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം റിലേഷൻഷിപ്പിനെ സെൻറ്റർ ചെയ്യുന്നത് ഈ തറവാടിൻ്റെ ബേസിസിലാണ്. അതെന്ന് പറയുന്നതാണ് ഒരു ഫോം ഓഫ് ഹ്യൂമൻ റിലേഷൻസ് എന്നാണ് പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജൊക്കെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ CV രാമൻ പിള്ളയുടെ അല്ലെങ്കിൽ ചന്തു മേനോൻ്റെ ലിംഗ്വിസ്റ്റിക് മോഡ്സ് ഒന്നും ഇത്രയും നന്നായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ നായേഴ്സിൻ്റെ ലാംഗ്വേജാണ് സെക്യുലറായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ദ വേർഡ് ഹോം. ഈ ലോഗാൻ എന്ന് പറയുന്നത് വില്യം ലോഗാനാണ്, മലബാർ മാനുവൽ എന്ന് പറയുന്ന വർക്ക് എഴുതിയ ആളാണ്. സോ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് വീട് അല്ലെങ്കിൽ ഭവനം എന്ന് പറയുന്ന സ്ഥലത്താണ് നായേഴ്സ് ജീവിക്കുന്നത്. അതുപോലെ പവർഫുൾ ആയിട്ടുള്ള നായേഴ്സ് ജീവിക്കുന്നത് ഇടം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്പൂതിരി ഹൗസിനെ പറയുന്നത് ഇല്ലം അല്ലെങ്കിൽ മന, തീയ ഹൗസിനെ പുര, ദളിത് ഡ്വെല്ലിങ്സിനെ ചാല, മഠം അല്ലെങ്കിൽ ചേരി. സോ ഇത്രയും വേർഡ്സ് ഉണ്ടായിട്ടും കേരളത്തിൽ സെക്യുലർ വേർഡായിട്ട് മാറിയത് നായർ വേർഡായിട്ടുള്ള വീട് എന്ന് പറയുന്നതാണ്. അതുപോലെ നായർ കമ്മ്യൂണിറ്റിയുടെ കൾച്ചറൽ ട്രാൻസാക്ഷൻസ്, തറവാട് പ്രാക്ടീസ്, ആ ഒരു കമ്മ്യൂണിറ്റീസ് മോഡ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് എക്സ്ചേഞ്ച്, അതിനെയാണ് ദയാക്രമ എന്ന് പറയുന്നത്. അതുപോലെ അവരുടെ ഡ്വെല്ലിങ്സ്, വീട് എന്ന് പറയുന്ന ആ ഒരു ടേം. സോ ഇതൊക്കെ കേരള കൾച്ചറിൽ കോമൺ ആയിട്ട് മാറി. അതുപോലെ കഥകളി എന്ന് പറയുന്നത് നായർ കമ്മ്യൂണിറ്റിയുടെ ഒരു ആർട്ട് ഫോമാണ്. അതാണ് കേരളത്തിൽ ഫ്ലറിഷ് ചെയ്തത്. സോ മലയാളം നോവൽസിൽ യൂസ് ചെയ്ത പ്രോസിൻ്റെ കാര്യത്തിലും ഈ ഡോമിനൻ്റ് ആയിട്ടുള്ള കാസ്റ്റിൻ്റെ ബേസിസിലാണ് നറേറ്റീവ് വോയിസ് പോകുന്നത് എന്ന് പറയുന്നുണ്ട്. MT യൂസ് ചെയ്തിട്ടുള്ള വള്ളുവനാടൻ ഡയലക്റ്റും ഭയങ്കര ഫേമസ് ആയിട്ട് മാറി. അതുപോലെ ഇപ്പോഴത്തെ TV സീരിയൽസിൻ്റെ കേസസിലും നമുക്ക് തറവാട് കാണാൻ പറ്റുന്നത് MTയുടെ നോവൽ സ്ട്രക്ചറിലെ ആ ഒരു തറവാട് കണക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്.
സോ ഇത് കേരളയിലുള്ള ആൾക്കാർക്ക് ഒരു കൈൻഡ് ഓഫ് നൊസ്റ്റാൾജിയ ആക്കി മാറ്റി ഈ ഒരു തറവാട് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഴയ കാര്യങ്ങൾ വീണ്ടും തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ആൻറ്റിക്കായിട്ടുള്ള സാധനങ്ങളും ആ ഒരു പഴയ തറവാട് മോഡൽ വീടുകളൊക്കെ വീണ്ടും വരുന്നുണ്ട്. സോ അതിനുശേഷം പറയുന്നത് OV വിജയൻ്റെ കാര്യമാണ്. OV വിജയനെ കേരളാസ് പ്രൊഫറ്റ് ഓഫ് മോഡേണിസം എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നോവലിൽ കാസ്റ്റ് ഐഡൻറ്റിറ്റീസിനെ പറ്റിയൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. ഈ OV വിജയൻ എന്ന് പറയുന്നത് ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള ആളായിരുന്നു. അദ്ദേഹം സ്വന്തം കാസ്റ്റ് ഹൈഡ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ മലയാളി മോഡേണിസത്തിൻ്റെ ഫ്ലാഗ് ബിയറേഴ്സാണ് ആനന്ദ്, M മുകുന്ദൻ, പോൾ സെക്കറിയ. സോ ഇവരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത് മലയാളം എഴുതുന്നത് യൂറോപ്പിൽ നിന്ന് എഴുതുന്ന കണക്കാണ് മലയാളം എഴുതിയിരുന്നത്. സോ കേരള മെന്നിനെ ഏത് ക്യാരക്ടർ വേണമെങ്കിലും ആയിട്ട് മാറാം. അരവിന്ദൻ ഓഫ് ഡൽഹി, സുനിൽ ഓർ ജോസഫ് ഓഫ് ആൾക്കൂട്ടം ക്രൗഡ്, രവി ഓഫ് ഖസാക്കിൻ്റെ ഇതിഹാസം. സോ ഇവരെന്നൊക്കെ പറയുന്നത് കാസ്റ്റോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാണ്ട് ഒരു ബൗണ്ടറീസും ഇല്ലാണ്ട് നടന്നു പോകുന്ന ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. സോ അവർ എൻജോയ് ചെയ്യുന്ന ഫ്രീഡം എന്ന് പറയുന്നത് ഓർഡിനറി ലൈഫിൽ ഓർഡിനറി ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടാത്തൊരു ഫ്രീഡമാണ് അവർ ആ നോവലിലെ ക്യാരക്ടേഴ്സൊക്കെ എൻജോയ് ചെയ്യുന്നത്. സോ രണ്ടിടങ്ങഴിയിലെ കോരനും ഇങ്ങനെ തന്നെയാണ്. ആ ഒരു ഒപ്രസ്ഡ് ആയിട്ടുള്ള കാസ്റ്റ് ഐഡൻറ്റിറ്റി എസ്കേപ്പ് ചെയ്തുകൊണ്ട് അഗ്രികൾച്ചറൽ ലേബറർ ആയിട്ട് മാറാനാണ് ശ്രമിക്കുന്നത്. മോഡേണിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ആ ഒരു റിയൽ വേൾഡിൽ നിന്നുള്ളൊരു എസ്കേപ്പ് ആയിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ പിന്നെ പറയുന്നുണ്ട് ഈ മോഡേണിറ്റിയുടെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള ആനന്ദ്, മുകുന്ദൻ, വിജയൻ ഇവരൊക്കെ കേരളത്തിന് പുറത്ത് ജീവിക്കുന്നവരായിരുന്നു. ആൻഡ് കേരള എന്ന് പറയുന്നത് അവർക്കൊരു കൈൻഡ് ഓഫ് നൊസ്റ്റാൾജിയ മാത്രമായിരുന്നു. പിന്നെ ഈ M മുകുന്ദൻ്റെ സ്റ്റോറീസിൽ ഞാൻ ആരാണ് നാണുവരെ, ഹു ആം ഐ നായർ. സോ കേരളത്തിൽ ആർക്കും തന്നെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാര്യമില്ല. കാരണം എല്ലാവർക്കും അവരവരുടെ കാസ്റ്റും റിലീജിയനും ഒക്കെ തന്നെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു നായറിനോടാണ് എന്ന് പറഞ്ഞൊരു കാര്യവും പറയുന്നുണ്ട്. കേരള ലിറ്ററേച്ചർ 1960s മുതൽ കൺട്രോൾ ചെയ്തത് ഈ ഒരു മോഡേൺ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ ബേസിസിലാണ്. സോ ഈ ഒരു കോൺസെപ്റ്റ് ഉള്ള റൈറ്റേഴ്സിന് ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ ദളിത്സ് എന്ന് പറയുന്ന വെറും പ്യൂൺസ് അല്ലെങ്കിൽ സെർവൻസ് എന്ന് പറയുന്ന രീതിയാണ്. സോ അങ്ങനത്തെ ആൾക്കാർ നമുക്ക് CV രാമൻ്റെയും P വത്സലയുടെയും സുകുമാരൻ്റെയൊക്കെ വർക്ക്സിൽ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ദളിത് ഫിഗർ ആ ഒരു മെയിൻ സ്ട്രീം സിറ്റിസൺഷിപ്പിൻ്റെ ഒരു പെരിഫറൽ ഫോമേ അറ്റൈൻ ചെയ്യുന്നുള്ളൂ എന്നും പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ചില ദളിത്സ് അയ്യങ്കാളിയുടെ ഡ്രീം ഫുൾഫിൽ ചെയ്ത് ഗ്രാജുവേറ്റ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഒരു ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ പോലും ട്രേഡ് യൂണിയൻസിലോ അല്ലെങ്കിൽ നക്സലൈറ്റ് മൂവ്മെൻറ്റ്സിലോ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിലോ ഒക്കെ ഹിഡൻ ആയിട്ട് കിടക്കുകയാണ്. This section now announced their identity and claimed the right to authorship as Dalits. So അവർ ഓതർഷിപ്പ് കിട്ടി വരുന്ന ആൾക്കാരാണ്. സോ പൊത്തേരി കുഞ്ഞമ്മൻ്റെ സരസ്വതി വിജയത്തിൽ വരുമ്പോഴത്തേക്ക് ഈ ദളിത് എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റിയുടെ ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ അതിനെ ഒരു പോസിറ്റീവ് എൻറ്റിറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. അത് നമുക്ക് മറ്റ് 2 ദളിത് നോവൽസ് ആയിട്ടുള്ള ഘാതകവധത്തിലും അതുപോലെ പരിഷ്കാര വിജയത്തിലും നമുക്ക് കാണാൻ പറ്റത്തില്ല. സോ ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ, ഒരു ചെറിയൊരു കണ്ടിന്യൂവേഷൻ എന്ന രീതിക്ക് നമുക്ക് KP കറുപ്പൻ്റെ പോയട്രിയും TKC വടുതലയുടെ ഷോർട്ട് സ്റ്റോറീസും എടുക്കാൻ പറ്റും. സോ അവരുടെ ലിറ്റററി എക്സ്പ്രഷൻ്റെ ബേസിസ് എന്ന് പറയുന്നത് ഈ ഒരു ഒപ്രഷൻ്റെ എക്സ്പീരിയൻസ് ആണ്. നോവൽസ് ആയിട്ടുള്ള പോൾ ചിരക്രോഡിൻ്റെ പുലയ ഹഡ്മൻ, അതുപോലെ കവിയൂർ മുരളിയുടെ അയ്യങ്കാളിപ്പട, ആർമി ഓഫ് അയ്യങ്കാളി എന്നൊക്കെ പറയുന്നത് ആദ്യത്തെ ദളിത് നോവൽസ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ അവർ ആ ഒരു ഓതർഷിപ്പ് അസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹിസ്റ്ററിക്കൽ എഫേർട്സ് ആയിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളത്. സോ അതിനുശേഷം പറയുന്നത് C അയ്യപ്പൻ്റെ കാര്യമാണ്. C അയ്യപ്പൻ ഈ മോഡേണിസത്തിൻ്റെ സമയത്ത് എഴുതിയ ആൾ തന്നെയാണ്. സോ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ മോഡേണിസത്തിൻ്റെ ഫേക്ക് ഹ്യൂമൻ ഫേസിനെ മുന്നിലോട്ട് കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് ആയിട്ടുള്ള ഉച്ചയുറക്കത്തിലെ സ്വപ്നങ്ങൾ, ഡ്രീംസ് ഇൻ ദ ആഫ്റ്റർനൂൺ സ്ലീപ്പ്, അതുപോലെ ഞണ്ടുകൾ, ക്രാബ്സ്, ഇതിൻ്റെ അകത്തൊക്കെ അദ്ദേഹം റിവീൽ ചെയ്യുന്നത് കേരളയുടെ മോഡേൺ ലിറ്റററി ഫോർമേഷൻസിൻ്റെ ആ ഒരു ഒപ്രസീവ് നേച്ചറാണ്. ആൻഡ് അതുപോലെ കേരള കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം മാജിക്കൽ റിയലിസം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ C അയ്യപ്പൻ എന്ന് പറയുന്നത് he is considered as the most creative and the original Dalit expression
in Malayalam. സോ കേരള മോഡേണിറ്റിയുടെ ആ ഒരു ഫോൾസ് സെൻസ് ഓഫ് ഫ്രീഡവും ഇൻഡിവിജ്വലിസവും ഒക്കെ ഡീകൺസ്ട്രക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഈ ദളിത്സിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വീണ്ടും ഹിഡൻ ആയിട്ട് മാറി. അതിനുശേഷമാണ് ഈ മറാത്തിയിൽ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നൊരു ഡൊമൈൻ വന്നത്. സോ ഈ ഓട്ടോബയോഗ്രഫിയിൽ വരുന്നത് ഓർഡിനറി ആൾക്കാരുടെ ലൈഫ്സാണ്. ഒരു കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒക്കുപ്പേഷൻ്റെ ലൈഫാണ്, അവരുടെ ഒക്കുപ്പേഷൻ്റെയും അതിലെ കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങളാണ് ആ ഓട്ടോബയോഗ്രഫീസിൽ എഴുതിയിട്ടുള്ളത്, അല്ലാണ്ട് ഒരു ഇൻഡിവിജ്വലിൻ്റെ കാര്യമല്ല. അതുപോലെ വിക്ടറി സെലിബ്രേഷൻസ് മാത്രമല്ല, ടോർച്ചറും ഫെയിലിയറായിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ അവർ ഓട്ടോബയോഗ്രഫീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു പോയിന്റിലാണ് ഇൻഡിവിജ്വൽ എന്ന സമയം ഡിസ്പെയർ ആയിട്ട് കമ്മ്യൂണിറ്റി ഹിസ്റ്ററി വന്നത്. അതുപോലെ പിന്നെ ഒരു ട്രെൻഡ് വന്നതെന്ന് പറയുമ്പോൾ ഈ എഴുതാനും വായിക്കാനും അറിഞ്ഞൂടാത്ത ആൾക്കാർ അവരുടെ ഓട്ടോബയോഗ്രഫീസും വേറെ ആൾക്കാർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ വരുന്ന കുറച്ച് ആൾക്കാരാണ് CK ജാനു, ആദിവാസി ലീഡറായിട്ടുള്ള അവരുടേത്, നളിനി ജമീല സെക്സ് വർക്കറായിരുന്നു, മയിലമ്മ പ്ലാച്ചിമട സ്ട്രഗിളിന് ലീഡറായിരുന്നു. സോ ഇവരുടെയൊക്കെ ഓട്ടോബയോഗ്രഫീസും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ടെക്സ്റ്റ് എലൈറ്റ് ഐഡിയൽസ് ഓഫ് ലിറ്ററേച്ചറിനെ ചലഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. സോ ഈ വർക്ക്സിൻ്റെയൊക്കെ തീംസ് എന്ന് പറയുന്നത് സോഷ്യൽ റിയാലിറ്റിയുടെ കോംപ്ലക്സിറ്റിയാണ്. ആൻഡ് ഇതൊരിക്കലും ഒരു ഹീറോയുടെ ലൈഫോ അല്ലെങ്കിൽ ഒരു ഹീറോയിക് ക്രൈസിസോ ഒന്നും അല്ല റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഒരു സ്പെസിഫിക് സിസ്റ്റമിക് ഇഷ്യൂസൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഈ ലിറ്ററേച്ചറിനകത്ത് ഗ്രേറ്റ് ഹ്യൂമൻ ബീങ്സോ അല്ലെങ്കിൽ ഹീറോസോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ ഹീറോയിൻ്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഹീറോയുടെ ഫയലും കൊണ്ട് നടക്കുന്ന പ്യൂൺസോ സെർവൻസോ ഒന്നും തന്നെ ഇല്ല. സോ ഇതെന്ന് പറയുന്നത് റിയാലിറ്റിയാണ്, റിയലിസത്തിൽ വരുന്ന ക്യാരക്ടേഴ്സാണ്. ആൻഡ് റിയലിസമാണ് ഇതിൻ്റെ ബേസിസ് ഓഫ് ആർട്ട് എന്ന് തന്നെ പറയുന്നത്. സോ ഈ ഓർഡിനറി ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഒന്നും ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അവരുടെ റോളെന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. അതുപോലെ മലയാള ലിറ്ററേച്ചറിലെ പുതിയ മൂവ്മെൻറ്റ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഒപ്രസ്ഡ് വുമണിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഫെമിനിസം എന്ന് പറയുന്ന മൂവ്മെൻറ്റിൻ്റെ കാര്യവും പറയുന്നുണ്ട്. മെയിൻ സ്ട്രീം ആയിട്ടുള്ള സവർണ ലിറ്ററേച്ചർ ആ ഒരു പഴയ ഈസ്തറ്റിക് തിയറീസിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് അവർ സ്റ്റിൽ ആ ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. സോ ഇത്രയുമാണ് ആ ഒരു എസ്സേയുടെ സമ്മറി എന്ന് പറയുന്നത്.